the cascade form structures. Okay, we have almost finished the direct form structures. Now നിങ്ങൾക്ക് സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലേ? ആരെങ്കിലും ഒന്ന് മൈക്ക് ഓൺ ആക്കിയിട്ടൊന്ന് പറയാമോ? sir. Okay, fine. So now we will see the cascade form structures. So in cascade form structures, what you are doing here is, here you need the knowledge of or the equation of transfer function h of z. In direct form structure, you are able to draw the direct form if you know the transfer function or if you know the difference equation. You can directly draw the direct form structure either from the transfer function or from the difference equation. But in order to draw the cascade form structure, we have to get the transfer function. Okay, then if h of z is the transfer function, you will factorize this h of z into h1 of z into h2 of z into etc. up to hk of z. Okay, so we can express this as h of z is equal to the product of the transfer functions. I mean pi k is equal to 1 to capital K. E k small k ആണ്, ഇത് capital K ആണ്. So here you have small k subscript small k. So you have to write your entire transfer function h of z as the product of hk of z, where each hk of z is given by hk of z is equal to bk0 plus bk1 z raised to minus 1 plus bk2 z raised to minus 2. Where bk0, bk1, bk2, they are just the constant coefficients of hk of z. ഇവിടെ hk of z എന്ന് പറയുന്നത് നിങ്ങൾ ഈ സെറ്റിൻ്റെ ഓർഡർ നോക്കി അറിയാം. The maximum value of z is minus 2. So hk of z എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് ഓർഡർ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ആണ്, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഓർഡർ ഫംഗ്ഷൻ ആണ്. സെക്കൻഡ് ഓർഡർ ഫംഗ്ഷൻ ഓഫ് z. hk of z is സെക്കൻഡ് ഓർഡർ ഫംഗ്ഷൻ ഓഫ് z. അപ്പോൾ നമുക്ക് കാസ്കേഡ് സ്ട്രക്ചർ വരയ്ക്കണമെങ്കിൽ തന്ന h of z-നെ h1 of z ഇൻറ്റു h2 of z ഇൻറ്റു അങ്ങനെ പ്രൊഡക്റ്റ് ആക്കി എഴുതുക. അതിൽ ഓരോ hk of z എന്ന് പറയുന്നതും ഒരു സെക്കൻഡ് ഓർഡർ പോളിനോമിയലാണ്, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഓർഡർ ഫംഗ്ഷനാണ്. അതിൻ്റെ ജനറൽ ഇക്വേഷനാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. hk of z is equal to bk of z plus bk1 z raised to minus 1 plus bk2 z raised to minus 2. ഓക്കെ, ദെൻ അതിനെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഇതൊരു ജനറൽ സ്കീമാറ്റിക് ആണ്. What we have drawn here is a general schematic. അതായത് കാസ്കേഡ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് മറ്റേ സിസ്റ്റത്തിലേക്ക് കൊടുത്ത് അങ്ങനെയാണ് കണക്ട് ചെയ്ത് പോവുക. അപ്പോൾ h1 of z ആണ് ഫസ്റ്റ് സിസ്റ്റം, ദെൻ h2 of z അടുത്ത ട്രാൻസ്ഫർ ഫംഗ്ഷൻ, അങ്ങനെ hk of z വരെ. അപ്പോൾ h1 of z-ൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് നമുക്ക് x of n ആണ്, ദാറ്റ് ഈസ് x1 of n. അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് y1 of n, which forms the input to the second system, അതായത് x2 of n. അപ്പോൾ h2 of z-ൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് y2 of n ആണ്, that is equal to x3 of n, and which is the input to the third system. And finally the output of the final system is yk of n, which is equal to y of n. ഓക്കെ, അപ്പോൾ അങ്ങനെ ആണ് വരച്ചിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ജസ്റ്റ് ബ്ലോക്ക് ആയിട്ട് വരച്ചാൽ പോരാ, നമുക്ക് ഈ ഓരോ h1 of z-നെയും ഒരു ഡയറക്റ്റ് ഫോം സ്ട്രക്ചറാക്കി വരയ്ക്കണം. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ നോക്കിയിട്ട്, അതായത് hk of z-ൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. hk of z is equal to bk0 plus bk1 z raised to minus 1 plus bk2 z raised to minus 2. ഇതിനെ ഒരു ഡയറക്റ്റ് ഫോം ആക്കിയിട്ട് വരയ്ക്കുന്നു. അപ്പോൾ hk of z ആയതുകൊണ്ട് അതിൻ്റെ ഇൻപുട്ടിനെ നമ്മൾ xk of n എന്ന് വിളിച്ചു, ഔട്ട്പുട്ടിനെ നമ്മൾ yk of n എന്ന് വിളിച്ചു. ഇനി എന്ത് വേണം? bk0 ആണ് ഫസ്റ്റ് ടേം. സോ നമ്മൾ ഡയറക്റ്റ് ഫോമിൽ എന്ത് ചെയ്യുന്നു? സാധാരണ പോലെ xk of n-ൽ നിന്ന് താഴേക്ക് ഒരു ലൈൻ ടാപ്പ് ചെയ്തെടുത്തു. അതിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻറ്റ് bk0 ആണ്. അപ്പോൾ അതവിടെ ഈ ലൈനിൽ മാർക്ക് ചെയ്ത് കൊടുക്കും.
ദെൻ ഒരു ഡിലേ കൊടുക്കും z⁻⁻1. അടുത്ത ടേം എന്ന് പറയുന്നത് bk1 z⁻⁻1 ആണ്. സോ ഇവിടുന്ന് താഴേക്ക് ഒരു ലൈൻ ടാപ്പ് ചെയ്തെടുക്കുന്നു. അവിടെ അതിൻ്റെ കോഎഫിഷ്യൻറ്റ് bk1 മാർക്ക് ചെയ്തു. വീണ്ടും ഒരു ഡിലേ കൊടുത്തു. അടുത്ത കോഎഫിഷ്യൻറ്റ് bk2. എന്നിട്ട് ഇതെല്ലാം കൂടെ നമ്മളൊരു ആഡർ വെച്ചിട്ട് ആഡ് ചെയ്തെടുക്കും. ദിസ് ഈസ് യുവർ ആഡർ. ആൻഡ് ഫൈനലി യു വിൽ ഗെറ്റ് yk ഓഫ് n ആൻഡ് ദാറ്റ് ഫോംസ് ദ ഇൻപുട്ട് ടു ദ നെക്സ്റ്റ് സിസ്റ്റം. അപ്പോൾ അതിനെ നമ്മൾ xk+1n എന്ന് പറയും. xk+1n. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ hk ഓഫ് ഇസഡിനും ഇതുപോലെ വരച്ചിട്ട് അടുത്തതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോഴാണ് ഇതൊരു ടോട്ടൽ സിസ്റ്റമായിട്ട്, ഒരു കാസ്കേഡ് സിസ്റ്റമായിട്ട് മാറുന്നു. ഓക്കെ. Okay, next we will see this case for n is odd. അപ്പോൾ n odd എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു n-ൻ്റെ വാല്യൂ 7 എടുക്കാം. n-ൻ്റെ വാല്യൂ 7 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് z⁻⁻6 വരെയുള്ള ടേമുകൾ h ഓഫ് ഇസഡിൽ ഉണ്ടായിരിക്കും. z⁻⁻6. ഓക്കെ. z⁻⁻6 വരെയുള്ള ടേം h ഓഫ് ഇസഡിൽ ഉണ്ടെങ്കിൽ നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്ത് ഓരോ സെക്കൻഡ് ഓർഡറുകളാക്കി സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ 3 സെക്കൻഡ് ഓർഡർ വരും. അതായത് ഒരു സെക്കൻഡ് ഓർഡറിൻ്റെ മാക്സിമം പവർ എന്ന് പറയുന്നത് z⁻⁻2 ആണ്. അപ്പോൾ അങ്ങനെ 3 എണ്ണം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് z⁻⁻6 എത്തുന്നത്. അപ്പോൾ നമുക്ക് പറയാം, ജനറലി നമുക്ക് n ഓഡാണെങ്കിൽ യു വിൽ ഹാവ് n-1/2 സെക്കൻഡ് ഓർഡർ സിസ്റ്റംസ് ഉണ്ടായിരിക്കും. സോ ഫോർ the value n equal to odd, you can write h of z as the product of the transfer functions, the product of the second order polynomials. ഓരോ പോളിനോമിയലിൻ്റെയും ജനറൽ ഫോം ആണിത്. bk0 plus bk1 z⁻⁻1 plus bk2 z⁻⁻2. സോ ഇതുപോലെ നമുക്ക് n-1/2 സെക്കൻഡ് ഓർഡർ പോളിനോമിയൽ ഉണ്ടായിരിക്കും. ഇതിൽ ഓരോ സെക്കൻഡ് ഓർഡർ പോളിനോമിയലിനെയും നമ്മളൊരു ഡയറക്റ്റ് ഫോം സ്ട്രക്ചറായിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഒന്നിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് മറ്റേതിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുത്തു. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ്. ഇതെങ്ങനെയാണ് ഇത് ഈ ഒരു കാസ്കേഡിൽ വരയ്ക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിപ്പോൾ kക്ക് 1 വന്നാൽ എന്ത് വരും? ദിസ് ഈസ് ഫോർ k ഈസ് ഈക്വൽ ടു 1. അതായത് സ്മോൾ കെയുടെ കാര്യമാണ് പറയുന്നത്. ദിസ് kക്ക് 1 വരുമ്പോൾ b10, b11, b12. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ നമുക്ക് ഇതുപോലെ ആണ് വരിക. ഇതാണ് സ്ട്രക്ചർ വരിക. ഇതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വരച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഒരു h1 ഓഫ് ഇസഡിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് നമുക്ക് h2 ഓഫ് ഇസഡിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കണം. അപ്പോൾ ഈ സെക്ഷൻ എന്ന് പറയുന്നത് h1 ഓഫ് ഇസഡ് ആണ്. അപ്പോൾ ഇതിൽ നമ്മുടെ ആഡറും അതുപോലെ z⁻⁻1ഉം അതിൻ്റെ പൊസിഷനുകളൊന്ന് റീഅറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ മീനിങ് ഒന്നും മാറിയിട്ടില്ല. കാരണം എക്സ് ഓഫ് എന്നിൽ നിന്ന് നമ്മൾ b10 പിന്നെ ഒരു ഡിലേ, അതിൻ്റെ ഔട്ട്പുട്ട് b11 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. പിന്നെ വീണ്ടും ഒരു z⁻⁻1 പിന്നെ b12. അപ്പോൾ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് നമുക്ക് ഇവിടെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. y1 ഓഫ് n എന്ന് പറയുന്ന ഇതിൻ്റെ ഔട്ട്പുട്ട്. ആൻഡ് ദാറ്റ് വിൽ ബി ദ ഇൻപുട്ട് ടു ദ നെക്സ്റ്റ് സിസ്റ്റം, ദാറ്റ് ഈസ് നെക്സ്റ്റ് സെക്കൻഡ് ഓർഡർ സിസ്റ്റം x2 ഓഫ് n ആയിട്ട് വരും. അതിനെ നമ്മൾ ഇതുപോലെ ചെയ്യാം. അപ്പോൾ അവിടെ നമുക്കുള്ളത് b20, b21, b22. ഓക്കെ. അപ്പോൾ ഈ രീതിയിലാണ് സെക്കൻഡ് ഓർഡർ വരച്ചിരിക്കുന്നത്. ഇതിന് മുന്നത്തെ ഇവിടെ നമ്മൾ സെക്കൻഡ് ഓർഡർ ഇങ്ങനെയാണ് വരച്ച് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അറേഞ്ച്മെൻറ്റ് നമുക്ക് കുറച്ചും കൂടെ വൃത്തിയായിട്ട് കിട്ടുന്നത് ഇങ്ങനെ വരയ്ക്കുമ്പോഴാണ്. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക്, അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ വീണ്ടും മുകളിലേക്കൊക്കെ കൊണ്ടുപോയി എടുക്കുമ്പോൾ കുറച്ച്, അതായത് ഒന്നൊന്ന് മറ്റൊന്നിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ രീതിയിൽ വരയ്ക്കുമ്പോൾ കുറച്ചൊരു കോംപ്ലിക്കേഷൻ തോന്നും. അതുകൊണ്ടാണ് ആഡറിൻ്റെയും z⁻⁻1ൻ്റെയൊക്കെ പൊസിഷൻ ഒന്ന് മാറ്റിയിട്ട് ഈ രീതിയിൽ നമ്മൾ വരച്ചത്. സോ ദിസ് വിൽ ബി ദ കാസ്കേഡ് സ്ട്രക്ചർ in which each block, I mean each h1 of z, h2 of z will be a second order structure in its direct form. And finally you will get the output here, y of n.
സോ ഫോർ എന്നിൻ്റെ ഈവൻ്റെ കേസാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ജസ്റ്റ് ഒരു ഫസ്റ്റ് ഓർഡറും ബാക്കിയെല്ലാം സെക്കൻഡ് ഓർഡറുമായിട്ട് അതിൻ്റെ സ്ട്രക്ചർ. ഓക്കെ, ദെൻ ദ പ്രോബ്ലംസ്. Okay, obtain the cascade realization of h of z is equal to 1 plus 2 z. ഇത് ഓൾറെഡി ഇത് നമുക്ക് രണ്ടെണ്ണത്തിൻ്റെ പ്രൊഡക്റ്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിനെ ഫാക്ടറൈസ് ചെയ്യേണ്ട കാര്യമില്ല. h of z equal to 1 plus 2 z raised to minus 1 minus z raised to minus 2 into 1 plus z raised to minus 1 minus z raised to minus 2. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ ഇത് h1 of z ആയിട്ടും ഇത് h2 of z ആയിട്ടും എടുക്കാം. ഓക്കെ, ഇതിപ്പോൾ h1 of z ഉം h2 of z ഉം രണ്ടും സെക്കൻഡ് ഓർഡർ ആയതുകൊണ്ട് മാക്സിമം ഓർഡർ എന്ന് പറയുന്നത് സെറ്റിൻ്റെ 4 ആയിരിക്കും. സോ സിസ്റ്റത്തിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 5 ആയിരിക്കും. കാരണം z raised to -4 വരെയാണ് വരിക. സോ യുവർ ഓർഡർ ഓഫ് ദി സിസ്റ്റം വിൽ ബി n equal to 5. അപ്പോൾ നമ്മളതിനെ എന്തൊക്കെ എഴുതി? h of z is equal to h1 of z into h2 of z എന്ന് എഴുതി. where h1 of z is given by 1 plus 2 z raised to minus 1 minus z raised to minus 2. h2 of z equal to 1 plus z raised to minus 1 minus z raised to minus 2. ഇനി ഇതിനെ നമ്മളൊരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ രൂപത്തിൽ എഴുതുകയാണ്. അതായത് h1 of z എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫർ ഫംഗ്ഷനാണ്. സോ യു ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് y1 of z by x1 of z. And that is equal to y1 h1 of z എന്ന് പറയുമ്പോൾ നമുക്കറിയാം it is equal to 1 plus 2 z raised to minus 1 minus z raised to minus 2. അപ്പോൾ y1 of z equal to എന്ന് പറഞ്ഞിട്ടുള്ളൊരു എക്സ്പ്രഷനിൽ അതിനെ എഴുതി. അതായത് x of z-നെ മറ്റേ സൈഡിലേക്ക് കൊണ്ടുപോയിട്ട് y1 of z അങ്ങനെ എഴുതിയില്ലെങ്കിലും നിങ്ങൾക്ക് സ്ട്രക്ചർ വരയ്ക്കാൻ പറ്റും. അതൊന്ന് റീഅറേഞ്ച് ചെയ്ത് ജസ്റ്റ് എഴുതിയെന്ന് മാത്രം. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിഫറൻസ് ഇക്വേഷനും കൂടെ അതൊന്ന് എഴുതാനുള്ള ഒരു ഇതിന്. അതുപോലെ h2 of z എഴുതി. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് വരച്ചിരിക്കുന്നത് നോക്കാം. ഇത് നമ്മുടെ h1 of z ആണ്. അതുപോലെ h1 of z h1 of z is equal to എന്താണ് h1 of z? നമുക്ക് തന്നിരിക്കുന്നത് 1 plus 2 z raised to minus 1 minus z raised to minus 2. ഇതെങ്ങനെയാണ് അത് വരച്ചിരിക്കുന്നത്? Okay, let us see how this is drawn. So first x of n എടുത്തു. ദെൻ ഇതിൻ്റെ ഫസ്റ്റ് കോയിഫിഷ്യൻറ്റ് 1 ആണ്. അതായത് എക്സ് ഓഫ് എന്നിൽ നിന്ന് നേരെ പോകുന്ന ലൈനാണത്. അതിൻ്റെ കോയിഫിഷ്യൻറ്റ് 1. പിന്നെ ഒരു ഡിലേ കൊടുത്തു. സെഡ് റൈസ് ടു മൈനസ് 1ൻ്റെ കൂടെ വരുന്ന കോയിഫിഷ്യൻറ്റ് 2 ആണ്. അപ്പോൾ സെഡ് റൈസ് ടു മൈനസ് 1 ഡിലേ കഴിഞ്ഞ് നമ്മൾ ഈ ടാപ്പ് ചെയ്യുന്ന ലൈനിൻ്റെ കോയിഫിഷ്യൻറ്റ് 2. ദെൻ വീണ്ടും ഒരു ഡിലേ, അതായത് സെഡ് റൈസ് ടു മൈനസ് 2 കിട്ടാനായിട്ട് ഒരു ഡിലേയും കൂടെ കൊടുത്തു. അതിൻ്റെ കോയിഫിഷ്യൻറ്റ് -1 എടുത്തു. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യും. അതിന് 2 ആഡർ ആവശ്യമാണ്. ദെൻ നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് കിട്ടി. ദാറ്റ് ഈസ് y1 of n which is equal to x2 of n. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് രണ്ടാമത്തെ സിസ്റ്റം, അതായത് നമുക്ക് h2 of z ആണ് അടുത്തത്. h2 of z is equal to ഇതായിരുന്നു h2 of z 1 plus z raised to minus 1 minus z raised to minus 2. ഇതാണ് h2 of z. അപ്പോൾ ഇവിടുന്ന് വരുന്ന ഇതാണ് നമ്മുടെ h2 of z-ൻ്റെ ഇൻപുട്ട്, ആ ബ്ലോക്കിൻ്റെ ആ സെക്കൻഡ് ഓർഡർ സിസ്റ്റത്തിൻ്റെ. അപ്പോൾ ഫസ്റ്റ് അത് ഡയറക്റ്റ് ഫസ്റ്റ് കോയിഫിഷ്യൻറ്റ് 1 ആണ്. അപ്പോൾ അതിനെ ഡയറക്റ്റ് കൊടുത്തു. അവിടെ കോയിഫിഷ്യൻറ്റ് 1. ദെൻ അടുത്ത് z raised to minus 1 ആണ്. അപ്പോൾ നമ്മളൊരു ഡിലേ z raised to minus 1 കൊടുത്തു. അതിൻ്റെ കോയിഫിഷ്യൻറ്റ് നമുക്ക് 1 ആണ്. ദെൻ z raised to minus 2. അഗെയിൻ യു പുട്ട് എ ഡിലേ. അതിൻ്റെ കോയിഫിഷ്യൻറ്റ് -1. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തു, ആഡർ വെച്ചിട്ട്. ദെൻ യു ഗെറ്റ് ദ ഔട്ട്പുട്ട് y of n.
ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റേ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യുന്നു. അതാണ് കാസ്കേഡിൽ ചെയ്യുന്നത്. തന്ന എച്ച് ഓഫ് ഇസഡിനെ പ്രൊഡക്റ്റുകളായിട്ട് എഴുതുക. ദിസ് ഈസ് h1 of z. This is h2 of z. Then we shall move to the next problem. Obtain the cascade realization of the system function. That is h of z equal to 1 plus 5 by 2 z raised to minus 1 plus 2 z raised to minus 2 plus 2 z raised to minus 3. Okay, ഇവിടെ നമുക്ക് മാക്സിമം സെറ്റിൻ്റെ പവർ -3 ആണ്. അപ്പോൾ നമ്മുടെ ഓർഡർ എന്തായിരിക്കും? 4 ആയിരിക്കും. അതായത് സെറ്റിൻ്റെ മാക്സിമം പവറിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോഴാണ് ഓർഡർ കിട്ടുക. ഇതൊരു ഈവൺ കേസാണ്. അപ്പോൾ ഈ സെറ്റ് റൈസ് ടു -3 ജനറേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു സെക്കൻഡ് ഓർഡർ സിസ്റ്റം ഒരു ഫസ്റ്റ് ഓർഡർ സിസ്റ്റം ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ അതിനെ ഫാക്ടറൈസ് ചെയ്ത് എഴുതണം. അതിനെ ഫാക്ടറൈസ് ചെയ്യാനായിട്ട് നമുക്ക് സിമ്പിൾ മാത്തമെറ്റിക്സ് ആൾജിബ്ര വെച്ചിട്ട് കുറച്ച് മാനിപ്പുലേഷൻ ചെയ്യാം. അങ്ങനെയാണ് അതിനെ ഫാക്ടറൈസ് ചെയ്യാം. അല്ലെങ്കിൽ അതിൻ്റെ റൂട്ട് കണ്ടുപിടിച്ച് ട്രയൽ ആൻഡ് എറർ മെത്തേഡിൽ റൂട്ട് കണ്ടുപിടിച്ചിട്ടും ചെയ്യാം. ഇവിടെ നമ്മളൊരു സിമ്പിൾ മാനിപ്പുലേഷനാണ് ചെയ്യുന്നത്. നമുക്ക് ഈ സെറ്റ് റൈസ് ടു -1 വെച്ചിട്ട് ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ആദ്യം തന്നെ അതിൻ്റെ മാക്സിമം പവറിനെ പുറത്തെടുക്കാം. ദാറ്റ് ഈസ് സെറ്റ് റൈസ് ടു -3നെ ഞാൻ പുറത്തെടുത്തു. അപ്പോൾ അതെന്ത് വരും? ബാക്കി സെറ്റ് ക്യൂബ് 5 by 2 സെറ്റ് സ്ക്വയർ പ്ലസ് 2 സെറ്റ് പ്ലസ് 2 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഈ ബ്രാക്കറ്റിനകത്തുള്ളതിനെ നമ്മൾ ഫാക്ടറൈസ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ 5 by 2 സെറ്റ് സ്ക്വയറിനെ 2 സെറ്റ് സ്ക്വയർ പ്ലസ് 1 by 2 സെറ്റ് സ്ക്വയർ എന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഓക്കെ, ദെൻ ഈ രണ്ട് ടേമിൽ നിന്ന് സെറ്റ് ക്യൂബ് പ്ലസ് 2 സെറ്റ് സ്ക്വയറിൽ നിന്ന് ഞാൻ സെറ്റ് സ്ക്വയറിനെ പുറത്തെടുത്തു. അപ്പോൾ എനിക്ക് ബാക്കി സെറ്റ് പ്ലസ് 2 ഉണ്ട് അവിടെ. ഓക്കെ, ഇനി അതേപോലെ ഈ 3 ടേമുകളെ ഞാൻ ഒരുമിച്ചെടുത്തു. അതിൽ നിന്ന് 1 by 2നെ പുറത്തെടുത്തു. അപ്പോൾ സെറ്റ് സ്ക്വയർ പ്ലസ് 4 സെറ്റ് പ്ലസ് 4 കിട്ടി. സെറ്റ് സ്ക്വയർ പ്ലസ് 4 സെറ്റ് പ്ലസ് 4 അതെന്ന് പറയുന്നത് എന്താണ്? സെറ്റ് പ്ലസ് 2 ഹോൾ സ്ക്വയർ ആണ്. ഓക്കെ, അപ്പോൾ എനിക്ക് എന്തായി ഇവിടെ? സെറ്റ് സ്ക്വയർ ഇൻറ്റു സെറ്റ് പ്ലസ് 2 പ്ലസ് 1 by 2 ഇൻറ്റു സെറ്റ് പ്ലസ് 2 ഹോൾ സ്ക്വയർ കിട്ടി. ഇനി ഈ രണ്ട് ടേമിൽ നിന്ന്, അതായത് ഇതും ഒരു ടേമാണ് ഇതും ഒരു ടേമാണ്, അതിൽ നിന്ന് ഞാൻ സെറ്റ് പ്ലസ് 1 by 2നെ കോമൺ ആയിട്ട് എടുത്തു. അപ്പോൾ എനിക്ക് ബാക്കി വരുന്നത് സെറ്റ് സ്ക്വയർ പ്ലസ് 1 by 2 സെറ്റ് പ്ലസ് 2. കാരണം ഇവിടെ ഒരു സെറ്റ് പ്ലസ് 2 പുറത്തെടുത്താൽ ബാക്കി ഒരു സെറ്റ് പ്ലസ് 2 ഉണ്ട്. സെറ്റ് സ്ക്വയർ പ്ലസ് 1 by 2 സെറ്റ് പ്ലസ് 2. ഇനി ഞാൻ അതിനെ എങ്ങനെയൊക്കെ എഴുതി? സെറ്റ് പ്ലസ് 2 ഇൻറ്റു സെറ്റ് സ്ക്വയർ പ്ലസ് 1 by 2 സെറ്റ് പ്ലസ് 1. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. സോ ഇറ്റ് വിൽ ബി സെറ്റ് സ്ക്വയർ പ്ലസ് 1 by 2 സെറ്റ് പ്ലസ് 1. ഇപ്പം എനിക്ക് ഇത് നോക്കിക്കഴിഞ്ഞാൽ എന്തായി? ഇത് ഒരു ഫസ്റ്റ് ഓർഡർ സിസ്റ്റമാണ്, ഇതൊരു സെക്കൻഡ് ഓർഡർ സിസ്റ്റമാണ്. ഇനി എനിക്കിതിനെ പുറത്തൊരു സെറ്റ് റൈസ് ടു -3 കിടക്കുന്നുണ്ട്, അത് ഉള്ളിലേക്ക് എടുക്കണം. എന്നിട്ട് സെറ്റ് റൈസ് ടു -1ൻ്റെ ടേമുകളിൽ എഴുതണം. കാരണം നമുക്ക് ഡിലേ എലമെൻ്റ് ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് സെറ്റ് റൈസ് ടു -1 അല്ലെങ്കിൽ സെറ്റ് റൈസ് ടു മൈനസ് പവറിൻ്റെ ടേമുകളിൽ എഴുതണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഈ സെറ്റ് റൈസ് ടു -3നെ ഞാൻ സെറ്റ് റൈസ് ടു -1 ഇൻറ്റു സെറ്റ് റൈസ് ടു -2 എന്ന് എഴുതാൻ എനിക്ക് ഒരു സെറ്റ് റൈസ് ടു, അതായത് ഈ സെറ്റ് റൈസ് ടു -1നെ ഞാൻ ഈ ടേമുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. സെറ്റ് റൈസ് ടു -2നെ ഞാൻ ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എനിക്ക് 1 plus 2 സെറ്റ് റൈസ് ടു -1 ഇൻറ്റു 1 plus 1 by 2 സെറ്റ് റൈസ് ടു -1 പ്ലസ് സെറ്റ് റൈസ് ടു -2 എന്ന് കിട്ടി. ഇപ്പം നമ്മൾ ഉദ്ദേശിച്ച പോലത്തെ ഒരു ഫോമായി. ദിസ് ഈസ് h1 of z, that is a first order term, and this is h2 of z, that is a second order term. ഇനി ഇതിനെ ഡയറക്റ്റ് എനിക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മതി. ഓക്കെ,
അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 1 പ്ലസ് 2z raised to minus 1 into 1 plus 1 by 2z raised to minus 1 plus z raised to minus 2. So this is our first order term, 1 plus 2z raised to minus 1, and this is our second